ഒരു വളരെ ചെറിയ കഥ പറയാം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വികസന സംവാദത്തിന് ശ്രീ പിണറായി വിജയൻ ശ്രീ വി ഡി സതീശനെ വെല്ലുവിളിച്ചു. സംവാദത്തിന് തയ്യാർ, തീയതിയും സ്ഥലവും കുറിച്ചോളൂ എന്ന് പ്രതിപക്ഷ നേതാവ്. കഥ അവസാനിച്ചു. കഥ മാത്രമല്ല, സർക്കാരിന്റെ കാര്യവും അവസാനിച്ചു. പരസ്യ സംവാദത്തിൽ നിന്ന് മുങ്ങിയ മുഖ്യമന്ത്രി പിന്നെ പൊങ്ങിയത് CIDമാർ മാനേജ് ചെയ്യുന്ന ഫേസ്ബുക്കിലാണ്. ഇനി ആ ഫേസ്ബുക്ക് സംവാദം നോക്കാം. ഇരുണ്ട കാലമാണത്രേ. ഏത് കാലം? ശ്രീ ഉമ്മൻചാണ്ടി സാർ കേരളം ഭരിച്ചിരുന്ന 2011 മുതൽ 16 വരെ ഇരുണ്ട കാലമാണ്. മുഖ്യമന്ത്രി തുടങ്ങിയ ക്യാമ്പയിനാണ്. അതിനകത്ത് ആദ്യം തന്നെ പറയുന്നു, മുടങ്ങിയ ക്ഷേമം 18 മാസം വരെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തിയ UDF കാലം. ശ്രീ വിജയ, നിങ്ങൾ എന്തൊരു വലിയ കള്ളനാണ്. പച്ചക്കിങ്ങനെ കള്ളം പറയാൻ നിങ്ങൾക്ക് ചില്ലറ ഉളുപ്പൊന്നും പോരാ. എത്ര കാലമായി ഫേസ്ബുക്കിലും നിയമസഭയിലും ചാനൽ ചർച്ചകളിലുമൊക്കെ പോരാളി ഷാജി തൊട്ട് പോരാളി വിജയൻ വരെ തേഞ്ഞൊട്ടിയ ക്യാപ്സൂളുമായിട്ടാണ് മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിലെത്തിയിരിക്കുന്നത്. ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്ന ഏറ്റവും വലിയ കള്ളം ക്ഷേമ പെൻഷൻ തുടങ്ങിയത് നിങ്ങളാണെന്നാണ്. അത് തന്നെ തെറ്റാണ്. ശ്രീ ആർ ശങ്കർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് കേരളത്തിൽ ആദ്യമായി ക്ഷേമ പെൻഷനുകൾ തുടങ്ങുന്നത്. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ക്ഷേമ പെൻഷനുകളെ പറ്റി എടുക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കള്ളം 18 മാസം കുടിശ്ശിക വരുത്തി എന്നുള്ളതാണ്. AKG സെന്ററിലെ ക്യാപ്സൂൾ ഞാൻ പറയുന്നില്ല. പകരം കേരള നിയമസഭയിലെ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ 371, 14ാം കേരള നിയമസഭ 5ാം സമ്മേളനം. ചോദ്യകർത്താവ് ശ്രീ M സ്വരാജ്. ഉത്തരം നൽകുന്നത് കേരളത്തിന്റെ അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ PM തോമസ് ഐസക്. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ക്ഷേമ പെൻഷനുകൾ എത്ര മാസം കുടിശ്ശികയുണ്ടായിരുന്നു എന്ന് തരംതിരിച്ചറിയിക്കാമോ? അതിന് മറുപടി തോമസ് ഐസക് പറയുന്നു, ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെയുള്ള ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ തുടങ്ങിയ പെൻഷനുകളുടെ ലിസ്റ്റ് പറയുകയാണ്. അതായത് 3 മാസത്തെ മാത്രം പെൻഷൻ തുകയെ നിങ്ങൾക്ക് എങ്ങനെയാണ് 18 മാസം എന്ന് പറയാൻ കഴിയുക? മാത്രമല്ല, 18 മാസക്കാലം പെൻഷൻ മുടങ്ങിക്കിടന്നാൽ ഏതാണ്ട് 7000-ഓളം കോടി രൂപ ആ കുടിശ്ശികയായി നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ബഹുമാന്യനായ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി 2017 അവതരിപ്പിച്ച ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നു 1000 കോടിക്കടുത്ത് മാത്രമാണ് മുൻ സർക്കാരിന്റെ കുടിശ്ശിക അടച്ചിട്ടുള്ളത് എന്ന്. മാത്രമല്ല, പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി സാർ വർധനവ് വരുത്തിയിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് എത്ര വലിയ കള്ളമാണ്. കേരളത്തിൽ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് മൾട്ടിപ്പിൾ പെൻഷൻ സമ്പ്രദായമായിരുന്നു. അതായത് ഒരാൾക്ക് 3 പെൻഷൻ വരെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് സിംഗിൾ പെൻഷനായി, ഒരാൾക്ക് പരമാവധി 1 പെൻഷൻ മാത്രം. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് 300 രൂപയായിരുന്ന പെൻഷൻ അത് അദ്ദേഹം തന്നെ 400 ആക്കി, 500 ആക്കി, 600 ആക്കി, 1000 ആക്കി, 1100 ആക്കി, 1200 ആക്കി. ഒരു പെൻഷൻ 1400 ആക്കിയതിനു ശേഷം മാത്രമാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ അധികാരം വിട്ടൊഴിയുന്നത്. ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് പെൻഷൻ മേഖലയിൽ വരുത്തിയ മറ്റൊരു വിപ്ലവകരമായ മാറ്റം 2011 ആണ്ട് വരെ കേരളത്തിൽ ആകെ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ എണ്ണം 16 ലക്ഷമായിരുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് 34 ലക്ഷമായി മാറ്റി. മാത്രമല്ല, മറ്റു ചില ക്ഷേമ പെൻഷൻ 8 ലക്ഷം കൂടി കൂട്ടുമ്പോൾ 42 ലക്ഷം ആളുകൾക്ക് ഈ സർക്കാർ പെൻഷൻ കൊടുത്തിരുന്ന സർക്കാരിനെയാണ് ഉമ്മൻചാണ്ടി സാർ നയിച്ചുകൊണ്ടിരുന്നത്. ഇനി നിങ്ങളുടെ സർക്കാരിന്റെ പ്രത്യേകത എന്താണ്? ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് പെൻഷൻ കൊടുക്കുവാൻ വേണ്ടി പ്രത്യേകമായി പെട്രോളിനും ഡീസലിനും 2 രൂപ വീതം സെസ് ഏർപ്പെടുത്തിയത്. എന്നിട്ടും നിങ്ങൾ 4-5 മാസം പെൻഷൻ മുടക്കിയതിന്റെ ഭാഗമായിട്ട് ചക്കിട്ടപ്പാറയിലെ ജോസഫ് എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യം ഈ നാട്ടിലുണ്ടായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാപ്സ്യൂളാണ് പവർക്കെട്ടില്ലാത്ത കേരളം. ശ്രീ വിജയനോട് ചോദിക്കുന്നു, പവർക്കെട്ട് ഒഴിവാക്കാൻ ഈ സർക്കാർ ചെയ്ത നടപടി എന്താണ്? എവിടെ നിന്നാണ് തുടക്കം? പവർക്കെട്ടില്ലാത്ത കേരളം എന്ന ക്യാമ്പയിൻ നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നത് 2016 ശ്രീ പിണറായി വിജയൻ മഴുവറിഞ്ഞുണ്ടായതാണ് കേരളം എന്ന് വിശ്വസിക്കുന്ന ഒരു സംഘം അല്പബുദ്ധികളായ വിജയൻ സേനക്കാർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രചരണം പവർക്കെട്ടില്ലാത്ത കേരളമാണ് വിജയന്റെ കാലമാണ്. ഒരു കാര്യം തിരിച്ചു ചോദിച്ചോട്ടെ, കേരളത്തിൽ ഇന്ന് പവർക്കെട്ടില്ലാതാകാൻ ശ്രീ പിണറായി വിജയന്റെ കാലത്ത് 16 മുതൽ 26 വരെ എടുത്ത സവിശേഷമായ ഇടപെടൽ എന്താണ്? ഇന്ന് കേരളത്തിൽ പവർക്കെട്ടില്ലാതിരിക്കുന്നുവെങ്കിൽ അതിന് 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്. ഒന്ന്, 2012 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ട് ശ്രീ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് നടപ്പിലാക്കിയ നാഷണൽ ഗ്രിഡ് പോളിസി. അങ്ങനെ 2013 മുതൽ രാജ്യത്ത് എവിടെ നിന്ന് വേണമെങ്കിലും കേരളത്തിലേക്ക് വൈദ്യുതി എത്തിക്കുവാൻ ആവശ്യമായിട്ടുള്ള നയങ്ങൾ ആ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം സോളാർ മേഖലയിൽ ഉണ്ടായ വലിയ തോതിലുള്ള വൈദ്യുതി ഉൽപ്പാദനമാണ്. സോളാറിന്റെ പേരിൽ ഒരുപാട് പഴി കേട്ടിട്ടും നയങ്ങളിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകാതിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഇടപെടലുകളുടെ ഭാഗമായി 2016 14.15 മെഗാവാട്ട് ആയിരുന്ന സോളാർ എനർജിയുടെ പ്രൊഡക്ഷൻ 2026 എത്തുമ്പോൾ പല മടങ്ങ് വർദ്ധിച്ച് 1700 മെഗാവാട്ടിലേക്ക് എത്തിയപ്പോൾ നമുക്ക് മറ്റൊരു മേഖലയിൽ നിന്ന് വലിയ തോതിൽ വൈദ്യുതി എത്തുവാനായി തുടങ്ങി. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് 4 രൂപ 29 പൈസയ്ക്ക് ഉണ്ടാക്കിയിരുന്ന ദീർഘകാല വൈദ്യുതി കരാർ ഈ സർക്കാർ വന്നപ്പോൾ 6 രൂപ 12 പൈസയ്ക്ക് വർദ്ധിപ്പിച്ചത് കാരണമാണ് പിന്നീട് വൈദ്യുതി ചാർജിൽ വർധനവുണ്ടാകുന്നതും ഇപ്പോഴും അങ്ങിങ്ങായി പവർ കട്ടുകൾ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇനി നിങ്ങൾ പറയൂ, ഈ സർക്കാർ എന്ത് ചെയ്തിട്ടാണ് പവർ കട്ടില്ലാത്ത കേരളം ഉണ്ടായത്?
ഇനി മറ്റൊരു കാരണം കൂടിയുണ്ട് കേട്ടോ. നിങ്ങൾ അറബിക്കടലിലേക്ക് തള്ളിയ ഇൻഡോ US ന്യൂക്ലിയർ ഡീലും അതുപോലെ തന്നെ നിങ്ങൾ സമരം ചെയ്ത് നിർത്തലാക്കാൻ ശ്രമിച്ച കൂടംകുളം പദ്ധതിയുമൊക്കെ കേരളത്തിന് ഇഷ്ടംപോലെ വൈദ്യുതി എത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളാകുന്നുണ്ട് കേട്ടോ. ഡൽഹി പോലെയുള്ള ക്യാപിറ്റൽ സിറ്റിയിൽ ഉണ്ടായിരുന്ന മെട്രോയെ കൊച്ചു കേരളത്തിലേക്ക് എത്തിച്ച ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തെയാണോ നിങ്ങൾ ഇരുണ്ട കാലമെന്ന് അടയാളപ്പെടുത്തുന്നത്? വാദത്തിന് വേണ്ടി നിങ്ങൾ പറയാറുണ്ട് ശ്രീ പിണറായി വിജയന്റെ കാലത്താണ് മെട്രോ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന്. അത് ശരിയാണ്, 2017. പക്ഷേ ഉമ്മൻചാണ്ടി സാറായിരുന്നു 2016 വരെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഒരു വർഷം കൊണ്ട് മെട്രോ ട്രാക്ക് പൂർത്തീകരിച്ച് മെട്രോ ഓടിത്തുടങ്ങുവാൻ പിണറായി വിജയന്റെ കയ്യിൽ മാന്ത്രികതണ്ടൊന്നുമില്ലല്ലോ. എന്താ ഈ സർക്കാർ ചെയ്തത്? ചെടിച്ചട്ടി വെച്ചു, പെയിന്റ് അടിച്ചു, ഉദ്ഘാടനം ചെയ്തു. ഇതല്ലാതെ എന്താണ് ഈ സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ? ഇപ്പോഴും ഫേസ് 2 എക്സ്പാൻഷൻ 10 വർഷമായിട്ടും പെൻഡിംഗ് ആണെന്ന് പറയുമ്പോൾ അറിയാം ഈ സർക്കാരിന്റെ മെട്രോയിലെ കെടുകാര്യസ്ഥത. മാനും മനുഷ്യനും കയറാതെ പാമ്പുകൾ കയ്യേറിയിരുന്ന മൂർഖൻപറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ട്. അതാണ് ഇന്നത്തെ കണ്ണൂർ വിമാനത്താവളം. കേരളം പോലെ പ്രവാസ ലോകത്തെ ഏറെ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എയർപോർട്ട് എന്നുള്ളത് ഉമ്മൻചാണ്ടി സാറിന്റെ ആശയമായി. അതിന്റെ ഭാഗമായിട്ടാണ് കണ്ണൂരിൽ വിമാനത്താവളം കൊണ്ടുവന്നതും അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോഴും നിങ്ങൾ പറയും പിണറായി വിജയന്റെ കാലത്താണ് കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തതെന്ന്. ആ ഉദ്ഘാടനം ചെയ്യുന്ന വർഷം ഏതാണെന്ന് അറിയാമോ? 2018. 16 വരെ ഓർമ്മിപ്പിക്കുന്നു, ഉമ്മൻചാണ്ടി സാറായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. 2 വർഷം കൊണ്ടൊരു വിമാനത്താവളം ഉണ്ടാക്കാൻ പിന്നെയും പിണറായി വിജയന്റെ കയ്യിൽ മാന്ത്രികതണ്ടില്ലെന്ന് നിങ്ങൾ ആലോചിക്കണം. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ടെസ്റ്റ് ഫ്ലൈയുടെ ഭാഗമായി ആദ്യ വിമാനം കണ്ണൂർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുമ്പോൾ EP ജയരാജന്റെ നേതൃത്വത്തിൽ പുറത്ത് സമരമുണ്ടായിരുന്നു. അന്ന് പറഞ്ഞത് റൺവേയുടെ നീളം കുറവാണ് എന്നാണ്. 10 വർഷം കഴിഞ്ഞിട്ടും റൺവേയുടെ നീളമൊന്നും കൂടിയിട്ടില്ല കേട്ടോ. ഉമ്മൻചാണ്ടി സാറ് കൊണ്ടുവന്ന കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം നടത്തിയെന്നല്ലാതെ ആറന്മുള അടക്കം ശബരി വിമാനത്താവളം അടക്കമുള്ള ഏതെങ്കിലും ഒരു പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയുടെയല്ല, ഏഷ്യയുടെ തന്നെ ഏറ്റവും സാധ്യതയുള്ള തുറമുഖമായി മാറുവാൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായിട്ട് ഉമ്മൻചാണ്ടി സാർ മുന്നോട്ട് പോകുമ്പോൾ 5000 കോടി മാത്രം ആകെ എസ്റ്റിമേറ്റ് ചെയ്തിരുന്ന പദ്ധതിക്ക് 6000 കോടി രൂപയുടെ കടൽക്കൊള്ള എന്ന അഴിമതി ആരോപണം ഉന്നയിച്ചവരാണ് നിങ്ങൾ. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് അദാനിയുമായി എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ 1000 ദിവസം കൊണ്ട് പണി പൂർത്തീകരിച്ചില്ല എങ്കിൽ പിന്നീടുണ്ടാകുന്ന ഓരോ ദിവസത്തെ കാലതാമസത്തിനും അദാനിയുടെ കമ്പനി കേരളത്തിന് നഷ്ടപരിഹാരം തരണമെന്ന് പറയുന്ന എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അതടക്കം വയലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ വൈകിപ്പിച്ച വിഴിഞ്ഞം തുറമുഖം ഇപ്പോഴും ഫുൾ ഫ്ലഡ്ജിലേക്ക് തുറന്നു കൊടുക്കുവാൻ 10 വർഷങ്ങൾക്ക് ശേഷവും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എത്ര വലിയ പരാജയമാണ്. കേരളത്തിൽ ഇനിയും തുടങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്ന 3 തുറമുഖങ്ങൾ എവിടെയൊക്കെയാണ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് എന്നുകൂടി ഒന്ന് പറഞ്ഞു തരാം. പാലാരിവട്ടം പാലം ഓർമ്മയില്ലേ? പാലാരിവട്ടത്ത് മാത്രമല്ല കേട്ടോ, കേരളത്തിൽ 227 ഇടത്താണ് പുതിയ പാലങ്ങൾ 400 ദിവസം കൊണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടത്. അതിനകത്ത് തന്നെ 100 പാലങ്ങൾ വലിയ പാലങ്ങളായിരുന്നു. എന്നിട്ടും അതൊന്നും റിപ്പോർട്ട് ചെയ്യാതെ ഇല്ലാത്ത അഴിമതി ഉന്നയിച്ച്, ഇല്ലാത്ത ബലക്ഷയം ഉന്നയിച്ച് പാലാരിവട്ടം പാലത്തിന്റെ പേരിൽ നിങ്ങൾ ഒരു സർക്കാരിനെ താറടിച്ചിട്ട് വർഷം 10 കഴിഞ്ഞിട്ട് ഇപ്പോഴും ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് നിർമ്മിച്ച അതേ പാലാരിവട്ടം പാലത്തിൽ കൂടി തന്നെയല്ലേ ഈ വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നത്? കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ പറ്റി ഞാൻ പ്രത്യേകം പറയേണ്ടുന്ന കാര്യമില്ല. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കത്രിക മറന്നു വെക്കുന്ന കേരളത്തിന്റെ ആരോഗ്യവകുപ്പിൽ മന്ത്രിക്ക് പെടലിക്ക് മാരകമായ ഒരു രോഗം വന്നിട്ട് ജില്ലാ ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ പോയിട്ടും എന്താണ് രോഗമെന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിയാത്ത കേരളത്തിൽ ഈ സർക്കാരിന്റെ കാലത്തെ ആരോഗ്യരംഗത്തെയും ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തെ ആരോഗ്യരംഗത്തെയും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. കോവിഡിന്റെ കാലത്ത് PR ഒരുപാട് ചെയ്തുവെങ്കിലും പുതിയ കണക്കുകൾ പ്രകാരം എന്താണ് തെളിയിക്കുന്നത്? ഈ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 2ാമത്തെ സംസ്ഥാനം കേരളമാണ്. ഈ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് ഡെത്തുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം കേരളമാണ്. ഈ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് ഡെത്തുകൾ മറച്ചു വെച്ച സംസ്ഥാനവും കേരളമാണ്. അവിടെയാണ് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് പുതിയ 16 മെഡിക്കൽ കോളേജ്, അതിന്റെ പാലക്കാട് മെഡിക്കൽ കോളേജ്, പത്തനംതിട്ടയിലെ കോന്നി മെഡിക്കൽ കോളേജ് അടക്കമുള്ള 16 പുതിയ മെഡിക്കൽ കോളേജുകൾ കൊണ്ടുവന്നൊരു സർക്കാർ. ആ സർക്കാരിന്റെ മെഡിക്കൽ കോളേജുകളെ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് കൊണ്ടുവന്നു എന്നതിന്റെ പേരിൽ മാത്രം അട്ടിമറിച്ച സർക്കാരല്ലേ നിങ്ങളുടേത്? ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഗ്നിബാധയെ തുടർന്ന് 5 പേർ ദാരുണമായി കൊല ചെയ്യപ്പെട്ട സംഭവം. അഗ്നിബാധ ഉണ്ടായപ്പോൾ പെട്ടെന്ന് മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാൻ പറ്റിയിരുന്നുവെങ്കിൽ ആ രോഗികൾ കൊല്ലപ്പെടുമായിരുന്നില്ല. തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് 2ാമത്തെ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നതാണല്ലോ. അതിന്റെ കെട്ടിടത്തിന്റെ നിർമ്മാണവും അതുപോലെ തന്നെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരവും എല്ലാം പൂർത്തീകരിച്ചിട്ടും ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവന്നു എന്നതിന്റെ ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് അത് തുറന്നു കൊടുക്കാത്ത സർക്കാരല്ലേ പിണറായി വിജയന്റെ സർക്കാർ? നിങ്ങളല്ലേ ആ 5 കൊലപാതകങ്ങൾക്ക് ഉത്തരവാദികൾ? ഈ സർക്കാരിൻ്റെതായ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം നാഷണൽ ഹൈവേ ആണ്. തള്ളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പാറശാലയ്ക്ക് അപ്പുറവും മഞ്ചേശ്വരത്തിന് ഇപ്പുറവും ദേശീയപാതയില്ല, ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന്. ദേശീയപാത നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിന് യാതൊരു പങ്കുമില്ല. ആ മുതൽ ക്ഷ വരെ ചെയ്യുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ഇതെന്റെ വാക്കുകളല്ല. 22/5/2025 ഹൈവേ തകർന്നപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളാണ്. കൂളിമാട് പാലം തകരുമ്പോൾ കാറ്റിന്റെ കുഴപ്പം, കരാറുകാരന്റെ കുഴപ്പം.
ചെറിയൊരു കലിങ്ക് കെട്ടിയാൽ എൻ്റെ റിയാസിൻ്റെയും ക്രെഡിറ്റ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ തന്നെ വാചകങ്ങളാണിത്. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്, ഈ സർക്കാരിന്റെ കാലത്താണ് അത്രേ ഭൂമി ഏറ്റെടുക്കുവാൻ കഴിഞ്ഞത്. മുൻ സർക്കാർ അത് പൂട്ടിപ്പോയിരുന്നു അത്രേ. യാഥാർത്ഥ്യം എന്താണ്? 2013 ശ്രീ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ന്യായമായ കോമ്പൻസേഷൻ കൊടുക്കുന്ന പുതിയ ഒരു നിയമം ഈ രാജ്യത്ത് കൊണ്ടുവരുന്നത്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് 2014 തൊട്ട് ഇങ്ങോട്ടാണ് ന്യായ വില കിട്ടി തുടങ്ങിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ഭൂമി കൊടുക്കുവാൻ തയ്യാറായത്. ഇനിയൊന്ന് പറയട്ടെ, കോഴിക്കോടടക്കം പാലക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ ദേശീയ ഹൈവേക്കെതിരായിട്ട് ഏറ്റവും അധികം സമരം ചെയ്തതാരാണ്? നിങ്ങളല്ലേ. ദേശീയ ഹൈവേക്കെതിരായിട്ട് സമരം ചെയ്ത മുരളിയെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനാക്കിയ പാർട്ടിക്കാരല്ലേ നിങ്ങൾ? ഈ സർക്കാരിന്റെ മറ്റൊരു നേട്ടമായി പറയുന്നത് ഗെയിൽ വാതക പൈപ്പ് ലൈൻ നടപ്പിലാക്കിയെന്നാണ്. ഗെയിൽ ഭൂമിക്കടിയിലെ വാതക ബോംബ് എന്ന് മുദ്രാവാക്യം വിളിച്ച് സമരം ചെയ്ത പി രാജീവാണെന്ന് കേരളത്തിന്റെ വ്യവസായ മന്ത്രി എന്നുകൂടി ആലോചിച്ചിട്ട് വേണം സർക്കാർ അങ്ങനൊരു അവകാശവാദം ഉന്നയിക്കാൻ. രാജീവിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഈ സർക്കാരിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമായി പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 5 ലക്ഷം പുതിയ സംരംഭങ്ങൾ തുടങ്ങിയെന്നാണ്. അതിന്റെ കണക്ക് നമുക്ക് നോക്കാം. കേരളത്തിൽ ആകെയുള്ളത് 941 ഗ്രാമപഞ്ചായത്തുകളാണ്. അങ്ങനെ നോക്കുമ്പോൾ ആകെ 5 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ വരണമെങ്കിൽ ഒരു പഞ്ചായത്തിൽ 531 പുതിയ സംരംഭങ്ങൾ തുടങ്ങണം. ഇനി നിങ്ങൾ പറയൂ, നിങ്ങളുടെ പഞ്ചായത്തിൽ ഈ 5 വർഷം കൊണ്ട് വന്ന പുതിയ ആ 531 വേണ്ട, 500 വേണ്ട, 200 പുതിയ സംരംഭങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ? വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തിയെന്നാണ് നിങ്ങൾ പറയുന്ന മറ്റൊരു അവകാശവാദം. 2016 1 കിലോ അരിയുടെ വിലയും 2026 1 കിലോ അരിയുടെ വിലയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ 30 രൂപയുടെ വ്യത്യാസമെങ്കിലും ഏറ്റവും ചുരുങ്ങിയതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം വിലക്കയറ്റത്തെ പറ്റി ബാക്കിയുള്ള റോക്കറ്റ് സയൻസുകളെല്ലാം നിങ്ങൾ പറയാനായിട്ട്. ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾ പറയാനാണെങ്കിൽ ഒരു വലിയ പട്ടിക തന്നെയുണ്ട്. പറയാനൊരു ദിവസമൊന്നും മതിയാകാതെ വരും 10 വർഷത്തെ ദുരിത ജീവിതം. പക്ഷെ അത് പറയേണ്ടുന്ന കാര്യമില്ല. ബസ്സിന്റെ പുറത്ത് നിങ്ങൾ എത്രയൊക്കെ സ്റ്റിക്കർ PRDയുടെ ഒട്ടിച്ചു വെച്ചാലും ബസ്സിനകത്ത് യാത്ര ചെയ്യുന്ന മനുഷ്യന്മാർക്ക് അറിയാമല്ലോ കഴിഞ്ഞ 10 വർഷക്കാലമായി അവർ അനുഭവിക്കുന്ന സത്യമായ ജീവിതത്തെ പറ്റി. ഇതുപോലെയുള്ള വ്യാജ വാഗ്ദാനങ്ങളുടെ, ഇതുപോലെയുള്ള വ്യാജ അവകാശവാദങ്ങളുടെ കോടാനുകോടികൾ മുടക്കിയിട്ടുള്ള PR തട്ടിപ്പുകളുടെ കാലമായിരുന്നില്ല ഉമ്മൻചാണ്ടി സാറിന്റെ കാലം. നിങ്ങൾ എത്ര വേട്ടയാടിയിട്ടും, നിങ്ങൾ എത്രയൊക്കെ കടന്നാക്രമിച്ചിട്ടും ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി, ഈ നാടിന്റെ ക്ഷേമത്തിന് വേണ്ടി, ഈ നാട്ടിലെ മണ്ണിനെയും മനുഷ്യനെയും ചേർത്ത് പിടിക്കുവാൻ വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച ആ മനുഷ്യനെ പറ്റി ആ കല്ലറയിൽ എഴുതിയിരിക്കുന്ന വാചകം മാത്രമേ ഓർമ്മപ്പെടുത്തുവാനുള്ളൂ. സത്യമായും ആ മനുഷ്യൻ നീതിമാനാണ്.